പക്കത്തെ ഊരിന്ന് പഠിക്കുന്നതുക്കാകെ വന്ന ഒരു പൊമ്പിള സെത്ത് പോച്ച് അതേമാതിരി ഒരു ഡയലോഗ് ഈ അടുത്ത കാലത്തായി വിജയിന്റെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു 5-6 സിനിമകൾ പുറത്തിറങ്ങി. അതിന്റെ ഡയലോഗുകളൊക്കെ കണ്ടാൽ അപ്പൊ വിജയ്ക്ക് നല്ലൊരു രാഷ്ട്രീയത്തിലെ ഒരു പക്വമായ ഒരു സമീപനം ഉണ്ട് എന്നുള്ള മാതിരിയാണ് നമ്മൾക്ക് തോന്നിയിരുന്നത്. ഇപ്പൊ ഈയിടെ വന്ന കുടുംബ പ്രശ്നം നോക്കുകയാണെങ്കിൽ അത് സ്വന്തം കുടുംബം നന്നാക്കിയിട്ട് പോരെ നാട് നന്നാക്കാൻ എന്നുള്ള ഒരു ധാരണയും കൂടെ ഉണ്ട്. തമിഴ്നാട് തിരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യം പരിഗണിച്ചാൽ നമുക്ക് കാണാം ഏറ്റവും കൂടുതൽ വാഗ്ദാനങ്ങളുള്ളത് അല്ലെങ്കിൽ സൗജന്യങ്ങൾ നൽകുന്നത് സ്ത്രീകൾക്കാണ്. ഇപ്പോൾ ചെന്നൈയിലെ വീട്ടമ്മമാരായ വോട്ടർമാരായ 2 അധ്യാപികമാരാണ് നമ്മോടൊപ്പം ചേരുന്നത്, റോസമ്മയും റഫീഖയും. ഇപ്പോൾ സ്ത്രീകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്, അതേസമയം സ്ഥാനാർത്ഥിത്വത്തിലൊക്കെ അവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ഇവിടെ കിട്ടുന്നുണ്ടോ? സ്ത്രീകൾക്ക് ഈ സൗജന്യം മാത്രം കൊടുത്ത് ഒതുക്കി നിർത്താതെ അവർക്ക് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥി സ്ഥാനം കൂടെ കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും ആളെ കൂട്ടാനും എല്ലാത്തിനും സ്ത്രീകൾ വേണം. ഇപ്പൊ എന്തിനും എല്ലാ കൂട്ടമായി പോകേണ്ട കാര്യങ്ങൾക്കൊക്കെ സ്ത്രീകൾ വേണം. പക്ഷേ ഇതേമാതിരിയുള്ള ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ ഔദ്യോഗിക കാര്യങ്ങളിലൊന്നും വരുമ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ്. അവർക്കും കൂടെ പങ്കാളിത്തം വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്താണ് ഇത്തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിനെ പറ്റി പറയാനുള്ളത്? എങ്ങനെയുണ്ട് DMKയുടെ ഒരു ഭരണമൊക്കെ? DMKയുടെ ഭരണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല, നല്ല രീതിയിലാണ് പോകുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ അവർ ഇപ്പം ഞങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാനുള്ളത്, ഈ മകളിർ റേഷൻ 1000 rupees എല്ലാ ലേഡീസിനും കൊടുക്കുന്ന മാതിരി ഒരു ഇത് കൊണ്ടുവന്നിട്ട് അവരത് കൊടുക്കുന്നു. പക്ഷേ ഞങ്ങൾക്ക് കുറേ പേർക്ക് അത് കിട്ടാത്ത സാഹചര്യമാണ്. കുറേ പേർ കിട്ടുന്നുണ്ട്, കുറേ പേർ കിട്ടുന്നില്ല. അപ്പോൾ അത് എനിക്ക് പറയാനുള്ളത്, ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ അവരത് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ രീതി അനുസരിച്ച് എനിക്ക് തോന്നുന്നത് DMK തന്നെ വീണ്ടും വരാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവർ ഒന്ന് കറക്റ്റ് ചെയ്താൽ വലിയ രീതിയിൽ കുഴപ്പമൊന്നും തോന്നുന്നില്ല അവരുടെ ഭരണത്തിൽ. എങ്ങനെ ഇപ്പോൾ വിജയൊക്കെ ഇവിടെ മത്സരിക്കാൻ വരുന്നത് കേരളത്തിലേക്ക് ചർച്ചയാവുന്നുണ്ട്, അതിനെ എങ്ങനെയാണ് കാണുന്നത്? വിജയ്ക്കുള്ള സാധ്യതയുണ്ടോ ഇവിടെ? വിജയ്ക്കുള്ള സാധ്യത എന്ന് വെച്ചാൽ സാർ, എനിക്ക് പറയാനുള്ളത് ഈ അടുത്ത കാലത്തായി വിജയിന്റെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു 5-6 സിനിമകൾ പുറത്തിറങ്ങി. അതിന്റെ ഡയലോഗുകളൊക്കെ കണ്ടാൽ അപ്പൊ വിജയ്ക്ക് നല്ലൊരു രാഷ്ട്രീയത്തിലെ ഒരു പക്വമായ ഒരു സമീപനം ഉണ്ട് എന്നുള്ള മാതിരിയാണ് നമ്മൾക്ക് തോന്നിയിരുന്നത്. എനിക്ക് എടുത്തു പറയാവുന്ന ഒരു ഭൈരവ എന്നുള്ളൊരു സിനിമ ഉണ്ട്. ആ സിനിമയിലെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഈയിടെ നടന്ന ഒരു സംഭവമുണ്ട്. ഡോക്ടർ നിതിൻ എന്ന് പറയുന്ന കുട്ടി, കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ ഡെന്റൽ കോളേജിലെ കുട്ടിയുടെ മരണം. അതായത് ഒരു സ്വാശ്രയ കോളേജിൽ പൈസ വാങ്ങിയിട്ട് പഠിക്കണ ഒരു കോളേജിൽ നടന്ന ഒരു സംഭവമാണ്. അതേമാതിരി ഇപ്പോൾ ഈയിടെ 4 ദിവസം മുന്നേ നടന്ന ഒരു ഇൻസിഡൻറ്റ് എനിക്ക് തോന്നിയത് അതെന്താന്ന് വെച്ചാൽ, അതിലൊരു ഡയലോഗ് ഉണ്ട്, പക്കത്തെ ഊരിന്ന് പഠിക്കുന്നതുക്കാകെ വന്ന ഒരു പൊമ്പിള സെത്ത് പോച്ച് അതേമാതിരി ഒരു ഡയലോഗ്. എന്നാ നിറയെ പൈസ കൊടുത്ത് പഠിക്കാൻ വേണ്ടി വന്ന ഒരു പെൺകുട്ടി ഇവിടെ വന്ന് മരണപ്പെട്ടു പോയ ഒരു സംഭവം. അപ്പം ഇതെല്ലാം വന്നപ്പോൾ ഞങ്ങൾ അമ്മമാരുടെ മനസ്സിൽ നല്ല ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള സിനിമകളായിരുന്നു ഈയിടെയായിട്ട് വിജയിൻ്റെ പുറത്തിറങ്ങിയ സിനിമകളെല്ലാം. പക്ഷേ സിനിമയിലുള്ള ഡയലോഗുകളും താരാരാധന എന്നൊക്കെ പറയുമ്പോൾ അതല്ലല്ലോ രാഷ്ട്രീയത്തേക്ക് ഇറങ്ങി വരുമ്പോൾ. പൊതുവായിട്ട് തോന്നുന്നത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് മെയിനായിട്ട് വിജയിൻ്റെ ആരാധകരായിട്ടുള്ളത്. പിന്നെ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ കുടുംബപരമായിട്ട് എന്തൊക്കെയോ ഇപ്പോൾ ഈടായി വന്ന പ്രശ്നങ്ങളെല്ലാം വിജയിനെ കുറച്ചൊരു നെഗറ്റീവായിട്ട് എതിരായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളൊരു. പുതിയ വോട്ടർമാരൊക്കെ വലിയ തോതിൽ തവണ തിരഞ്ഞെടുപ്പിന് ആയിട്ട് എത്തുന്നുണ്ട്. അവരുടെ വോട്ടൊക്കെ ഒരു സമാഹരിക്കാനുള്ള സാധ്യതകളില്ലേ? അതായത് ഞങ്ങളിപ്പോൾ 13 വർഷമായി ഇവിടെ ചെന്നൈയിൽ വന്നിട്ട് 13 വർഷമായി വോട്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മെട്രോ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്, മെട്രോ ട്രെയിന്, അതേപോലെ ബസ് ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനുള്ളത്. അങ്ങനെയുള്ള യാത്രാ സൗകര്യങ്ങളും ബാക്കിയെല്ലാം നമ്മളെ ഡ്രൈനേജ് സിസ്റ്റം ഏകദേശമൊക്കെ നന്നായിട്ട് വരികയാണ്. അപ്പോൾ അത് ബസ് യാത്ര, അതേമാതിരിയുള്ള മെട്രോ ട്രെയിൻ യാത്ര, ഇതെല്ലാം ഞങ്ങൾ ഈ അറ്റ്മോസ്ഫിയർ, കാരണം ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് രാത്രി സഞ്ചരിക്കാൻ ഒരു മടിയും കൂടാതെ ഒരു ഭയവും ഇല്ലാതെ യാത്ര ചെയ്യാനൊക്കെ പറ്റിയ സാഹചര്യങ്ങളാണ്. അപ്പം അതൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് സ്റ്റാലിൻ വരണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ ചെറിയ കുട്ടികളുടെ ഇടയിൽ ഒരു സിനിമാ താരം എന്നുള്ള രീതിയിൽ വിജയ്, അവരെപ്പോഴും പറയല് വിജയിൻ്റെ കക്ഷി വരട്ടെ എന്നുള്ളത് തന്നെ. അപ്പോൾ അതാണ് ചെന്നൈയിലെ വോട്ടർമാരായിട്ടുള്ള അധ്യാപികമാരായിട്ടുള്ള റഫീഖക്കും റോസമ്മയ്ക്കും നമ്മോട് പറയാനുള്ളത്. ചെന്നൈയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ജെവിൻ ടി സേവ്യറിനൊപ്പം ഷിഹാബുദ്ദീൻ തങ്ങൾ, മാതൃഭൂമി.com.